ഈ മാസപ്പടി കേസ് അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടിൻ്റെ ഹർജിയിൽ നാളെ വിധി വരികയാണല്ലോ രശ്മി. ഈ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ട് കൂടുതൽ രേഖകൾ ഹാജരാക്കി 4 രേഖകൾ ഹാജരാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്യു കുഴൽനാടൻ. വിജിലൻസ് അന്വേഷണം കൂടാതെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നൊരു നിലപാടിലേക്ക് കൂടി മാത്യു കുഴൽനാടൻ എത്തിച്ചേർന്നിരുന്നത്. നാളെ വിധി വരികയാണ് ഈ മാത്യു കുഴൽനാടൻ MLA ഹർജിയിൽ. എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസാണ്. നമുക്കറിയാം സമാന്തരമായ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും മാത്യു കുഴൽനാടൻ MLA ഫെബ്രുവരിയിലാണ് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചത്. ആദ്യം ഫെബ്രുവരിയിലാണ് ഈ ഹർജി ഫയൽ ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നീട് കേസ് കോടതി പരിഗണിക്കുന്ന സമയത്ത് മാത്യു കുഴൽനാടൻ MLA തന്റെ നിലപാട് മാറ്റിയിരുന്നു. വിജിലൻസ് അന്വേഷണം വേണ്ട, ഇതിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. കാരണം ആഭ്യന്തര വകുപ്പ് കൈകാളുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണം. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും 7 പേർക്കെതിരെയുമാണ് ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കേസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേസ് പരിഗണിച്ചിരുന്നു. ആ സമയത്ത് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഈ അഴിമതി തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA പുതിയ 5 രേഖകൾ കൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് സ്വകാര്യ കമ്പനികൾക്ക് ധാതുമണൽ ഖനനത്തിന് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നൽകി. CMRL നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് കൈമാറിയിട്ടുണ്ട്. വ്യവസായ വകുപ്പിന് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വ്യവസായ വകുപ്പിന് അയച്ച കത്ത് കൈമാറിയിട്ടുണ്ട്. പദ്ധതിക്ക് അനുമതി ചോദിക്കും മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ ഇത് കൈമാറിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട്. ഇത്രയുമാണ് മാത്യു കുഴൽനാടൻ MLA കഴിഞ്ഞ ദിവസം അധികമായി കോടതിയിൽ സമർപ്പിച്ചത്. കൂടുതൽ രേഖകളായി സമർപ്പിച്ച ഈ 5 രേഖകളാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണമായി കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA എത്തിയിരുന്നു. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള കേസാണ്. ഇതിൽ എന്ത് നിലപാട് കോടതി സ്വീകരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് വഴിവിട്ട് എക്സാലോജിക്കിന് പണം CMRL നൽകി എന്നുള്ളതാണ് ഈ ഹർജിയിലെ ആരോപണം. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള കേസാണ്. കേസിന്റെ വിധി നാളെ പറയും എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. രശ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.